ജാർഖണ്ഡിലെ നില കൂടി നമുക്ക് നോക്കാം. 24 BJP സഖ്യം, 56 JMM സഖ്യം. ഡോക്ടർ മോഹൻ വർഗീസ്, എല്ലാ എക്സിറ്റ് പോളുകളും JMMൻ്റെയും കോൺഗ്രസിൻ്റെയും ദയനീയ പരാജയം പ്രവചിച്ചിരുന്നതാണ്. പക്ഷേ അവിടെ JMM സഖ്യം ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് പറയപ്പെട്ട ജാർഖണ്ഡിൽ JMM സഖ്യം അധികാരത്തിലേക്ക് വരികയാണ്. എന്തായിരിക്കും ജാർഖണ്ഡിൽ സംഭവിച്ചത്? BJP സഖ്യത്തിന് പിഴച്ചുവോ? ണ്ടതിന് ഘടകവിരുദ്ധമായ ഒരു ട്രെൻഡാണ് ജാർഖണ്ഡിൽ കാണുന്നത്. എനിക്ക് തോന്നുന്നത് ജാർഖണ്ഡ് ഒരു ട്രൈബൽ സംസ്ഥാനമാണ്. 28 മണ്ഡലങ്ങൾ ഷെഡ്യൂൾ ട്രൈബ് മണ്ഡലങ്ങളാണ്, ഗിരിവർഗ മണ്ഡലങ്ങളാണ്. ആ മണ്ഡലങ്ങളിൽ ജാർഖണ്ഡ് മുക്തി മോർച്ചയ്ക്കുള്ള സ്വാധീനത്തെ കുറച്ച് കാണാനാവില്ല. പൊതുവെ ഉണ്ടായിരുന്ന ഒരു ചിന്ത, ചമ്പൈ സോറൻ BJPയിലേക്ക് പോയപ്പോൾ ഒരു ചെറിയ പങ്ക് ആദിവാസി പിന്തുണയും കൊണ്ടായിരിക്കാം പോയത് എന്ന് ഒരു പൊതു ചിന്തയുണ്ട്. പക്ഷേ അത് അസ്ഥാനത്തായി എന്ന് വേണമെങ്കിൽ പറയാം. ഷിബു സോറൻ്റെ മകൻ, ആദിവാസികൾക്ക് വളരെ പ്രിയങ്കരനായ ആളാണ് ഷിബു സോറൻ. അദ്ദേഹത്തിൻ്റെ മകൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഹേമന്ത് സോറൻ മുഖ്യമന്ത്രി പദവിയിൽ ഇരിക്കെ അദ്ദേഹം അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുക എന്ന് പറയുമ്പോൾ, ഒരു ആദിവാസി അറസ്റ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നത് ഒരുപക്ഷെ വൈകാരികമായി ജനം അതിനോട് പ്രതികരിച്ചു എന്ന് തോന്നുന്നു. അത് മാത്രമല്ല, ഈ കൽപ്പന, അദ്ദേഹത്തിൻ്റെ ഭാര്യ കൽപ്പന സോറൻ പങ്കെടുത്ത പ്രചരണ യോഗങ്ങളിലൊക്കെ ഉണ്ടായ വർദ്ധിച്ചു വരുന്ന വൻതോതിലുള്ള ആൾക്കൂട്ടം, ആ താല്പര്യം, ഇതെല്ലാം പരിഗണിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് വളരെ വലിയ തോതിലുള്ള ഒരു ട്രൈബൽ കൺസോളിഡേഷൻ JMMൻ്റെ കിറ്റിയിലുണ്ടായി. അതുകൊണ്ടാണ് 81 സീറ്റുള്ള ജാർഖണ്ഡിൽ ഒരു വ്യക്തമായ മേൽക്കൈ. 50-ൽ പരം സീറ്റിൽ, 80-ൽ 51-52 സീറ്റിൽ ഇന്ത്യ മുന്നണിക്ക് മേൽക്കൈ ഉണ്ട് എന്ന് പറഞ്ഞു. അവിടെ 3 പാർട്ടികൾ അവിടെ ശ്രദ്ധേയമാണ്. കോൺഗ്രസ് പാർട്ടിക്ക് 15 സീറ്റ് ലഭിച്ചിരിക്കുന്നു. കോൺഗ്രസ് പാർട്ടി ഒരുപക്ഷെ സിംഗിൾ ഡിജിറ്റിൽ ഒതുങ്ങും. 30 സീറ്റിലോളം മത്സരിച്ച കോൺഗ്രസ് പാർട്ടി ഒരു സിംഗിൾ ഡിജിറ്റിൽ ഒതുങ്ങാൻ സാധ്യതയുണ്ട് എന്ന് പലരും വിചാരിച്ച ഇടത്താണ് കോൺഗ്രസ് പാർട്ടിക്കും പകുതിയിലധികം സീറ്റുകളിൽ മത്സരിച്ചതിൽ പകുതിയിലധികം സീറ്റുകളിൽ ജയിക്കാൻ സാധിച്ചത്. JMMൻ്റെ പ്രകടനവും വളരെ മെച്ചമാണ്. അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ്, ലാലു പ്രസാദ് യാദവിൻ്റെ ബീഹാർ അധിഷ്ഠിത രാഷ്ട്രീയ ജനതാദളിന് 5 സീറ്റുകളിൽ മേൽക്കൈയുണ്ട്. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ദേശീയ ജനാധിപത്യ സഖ്യത്തേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു അലയൻസ് പൊളിറ്റിക്സ് 3 കക്ഷികൾ ചേർന്ന്, ജാർഖണ്ഡ് മുക്തി മോർച്ച, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അതുപോലെ രാഷ്ട്രീയ ജനതാദൾ, ഈ 3 കക്ഷികൾ മഹാരാഷ്ട്രയിൽ അലയൻസ് പൊളിറ്റിക്സ് ക്ലിക്ക് ചെയ്തില്ല, ജാർഖണ്ഡിൽ അലയൻസ് പൊളിറ്റിക്സ് ക്ലിക്ക് ചെയ്തു. അതോടൊപ്പം സഹതാപ തരംഗം കൂടി ചേർന്നപ്പോൾ അത് വിജയത്തിനുള്ള ഫോർമുലയായി. BJP പ്രധാനമായി ഉയർത്തിയ ഒരു പ്ലാങ്ക് എന്ന് പറയുന്നത്, വെളിയിൽ നിന്ന് വരുന്ന, പ്രത്യേകിച്ച് ബംഗാളിൽ നിന്ന് വരുന്ന, ബംഗ്ലാദേശിൽ നിന്നൊക്കെ വരുന്ന അഭയാർത്ഥികൾ, അവരുടെ മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ വിവാഹബന്ധത്തിൽ ഏർപ്പെടുകയും ട്രൈബൽ സ്ത്രീകളെ വിവാഹം കഴിക്കുകയും അവിടെ ഉണ്ടാകുന്ന മക്കൾക്ക് ട്രൈബൽ സ്റ്റേറ്റസ്, അങ്ങനെ സംവരണ സ്റ്റേറ്റസ് ലഭിക്കുകയും അതിൻ്റെ പ്രയോജനം അവരെടുക്കുകയും ചെയ്യുന്നു എന്നതാണ്. അങ്ങനെ ഒരു ഡെമോഗ്രാഫിക് കോമ്പൻസേഷൻ അവിടെ മാറുന്നു എന്ന ഒരു ചിന്ത കൊണ്ടുവന്നു. പക്ഷേ വേണ്ട പരിഗണന ജനം ആ ഒരു വാദഗതിക്ക് കൊടുത്തില്ല എന്ന് കാണാം. അതുകൊണ്ട് പൊതുവേ ഉള്ള ദേശീയ തലത്തിൽ BJPക്ക് ലഭിച്ച ഒരു മേൽക്കൈ, മഹാരാഷ്ട്രയിൽ ഉൾപ്പെടെ ഹരിയാനയിൽ ഉൾപ്പെടെ ഇതര സംസ്ഥാനങ്ങൾ, ഉത്തർപ്രദേശിലെ ഉപതെരഞ്ഞെടുപ്പുകളിൽ പോലും BJPക്ക് മേൽക്കൈ ലഭിച്ചു. 9 സീറ്റുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തപ്പോൾ 6 സമാജ്വാദി പാർട്ടിയുടെ കയ്യിലിരുന്നതാണ്. ഇപ്പോഴിത് 6 BJPയുടെ കയ്യിലായിരിക്കുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇന്ത്യ മുന്നണിക്ക് പൊതുവേ ഉപതെരഞ്ഞെടുപ്പുകളിൽ കേരളം ഒഴിച്ച് വളരെ വലിയ സെറ്റ്ബാക്കാണ് ഉണ്ടായത്. പക്ഷേ ജാർഖണ്ഡിൽ പൊതു ട്രെൻഡിന് വിരുദ്ധമായ ഒരു ട്രെൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞു എന്നത് ഒരുപക്ഷെ ഇന്ത്യ മുന്നണിക്ക് നേട്ടമായി പരിഗണിക്കാം. ഹേമന്ത് സോറൻ മുഖ്യമന്ത്രി പദത്തിലേക്ക് നടന്നെടുക്കുന്ന കാഴ്ച നമുക്ക് കാണാം. നന്ദി ഡോക്ടർ മോഹൻ വർഗീസ്.